ട്രംപ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇറാൻ്റെ അവസാന ദിവസമാണ് തിങ്കളാഴ്ച, അതായത് ഇന്ന് തിരിച്ചടി തുടങ്ങും, വെടിനിർത്തലിന് ശേഷം. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ധാരണകളിൽ എത്തിപ്പെടാൻ സാധിക്കാതെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ അലസിപ്പിരിയുകയും ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, സമ്പുഷ്ടീകരിച്ച് യുറേനിയം വിട്ടു തരൂ, ഞങ്ങൾ അല്ലെങ്കിൽ അവിടെ അടിക്കും, നിങ്ങളുടെ കറണ്ട് കളയും, നിങ്ങളുടെ അത് അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു പോയിരുന്നത്. അതിനുശേഷം അവസാനമായിട്ട് ഇപ്പോൾ 2 മാസം 45 ദിവസത്തോളമായി വെടിനിർത്തലായിട്ട് യുദ്ധം തീർന്നിട്ടില്ല. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇത് ഈ അവർ ധാരണയിലെത്തുന്നതിന് വേണ്ടിയിട്ട് അനിശ്ചിത കാലത്തേക്ക് സമയം കൊടുക്കുകയാണ് ട്രംപ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ട്രംപ് വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ട്രംപ് നീട്ടിക്കൊടുക്കൽ രണ്ടാഴ്ച 1 മാസമാകുന്നു, 1 മാസം അനിശ്ചിതകാലമാകുന്നു. ട്രംപ് ചൈനയിൽ പോയി വരുന്നു. എന്നിരുന്നാൽ കൂടി സൈനിക സന്നാഹങ്ങളെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിന്ന് മധ്യപ്രവേഷ്യയിൽ കാണുന്നത്. അതിനിടയിലാണ് UAEയും സൗദി അറേബ്യയും കുവൈറ്റും ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. രഹസ്യമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. അവർക്ക് ഭീഷണി ഉയരാവുന്ന രീതിയിലുള്ള സ്ഥിതി ആ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് കൊടുത്തിരുന്ന അവധികളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി നീട്ടിക്കൊടുക്കാം എന്നാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തിങ്കളാഴ്ച എന്ന ദിവസം അവിടെ ആക്രമണം നടക്കും, ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിക്കും. പക്ഷെ ഇപ്പം ഞാൻ സംസാരിച്ച കുറച്ച് വ്യക്തികളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെ പോയാലും ഇറാനെ അവസാനിപ്പിച്ചിട്ടേ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ. കാരണം അതിലേക്ക് ഇപ്പോൾ നാറ്റോ സഖ്യം ഇറങ്ങാൻ തയ്യാറായില്ല. എന്നാൽ അറബ് രാജ്യങ്ങൾ, അമേരിക്ക, ഇസ്രയേൽ, ഇവർ 3 ആൾക്കാരും പുടിൻ്റെ നിശബ്ദ പിന്തുണയും ഇതിനുണ്ട്. ചൈനയിൽ നിന്നും ധാരണകളുണ്ട്. അപ്പോൾ അവരാരും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല. ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ പോയാലും ഇറാനെതിരെ അവിടെ അടിച്ച് തന്നെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. കാരണം അവിടെ ഒന്നില്ലെങ്കിൽ അവർ കീഴ്പ്പെട്ടു, ഞങ്ങൾ തോറ്റു എന്ന് 2 കൈയും പൊക്കി പറയേണ്ടി വരും, ഞങ്ങൾ തോറ്റിരിക്കുന്നു. അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കുറച്ച് പണി കൂടുതലെടുക്കേണ്ടി വരും. അറബ് രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ, GCCക്ക് കുറച്ച് പണിയെടുക്കേണ്ടി വരും. ഇസ്രയേലും, ഇവർ 3 കൂടിയാൽ പിന്നെ ഈ പറഞ്ഞ യൂറോപ്പിൽ നിന്ന് ആരും വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഒരു ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ചുറ്റിക്കെട്ട് ഇത് കാരണം ഇത് തീർത്തേ പറ്റൂ, ഇറാൻ അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇറാന് ലോകത്തിന് ഭീഷണിയായിട്ട് അവർ നിലകൊള്ളും. സംസ്കൃതമായൊരു രോഗത്തെ നശിപ്പിക്കുക കഴിഞ്ഞ അരനൂറ്റാണ്ട് 47 വർഷമായിട്ട് ഖമേനി ചെയ്തത്. ഖമേനി ചത്തുപോയാലും, ഖമേനിനെ കൊന്ന് അടക്കിക്കളഞ്ഞാലും അവിടെ ഭൂതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതും കൂടി അവസാനിപ്പിക്കാതെ പുറമേ വരാൻ സാധിക്കില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിന്നും കൂടി നീട്ടിത്തരാണ് എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തിങ്കളാഴ്ച അടി തുടങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം അമേരിക്കൻ സൈന്യം സുസജ്ജമായിരുന്നു. ആയുധങ്ങൾ കഴിഞ്ഞ 45 ദിവസത്തോളം ശേഖരിച്ച് കൊണ്ടുവരായിരുന്നു. പക്ഷെ അടിച്ച് തീർക്കുക. പെട്രോളിനൊക്കെ വില കൂടിയിരിക്കുകയാണ്. $111 ഒരു ബാരലിന്. അമേരിക്കയിൽ പ്രതിസന്ധികൾ അത്ര വലിയ ഏറ്റിട്ടില്ലെങ്കിലും ലോകം മുഴുവനും പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി പറഞ്ഞത് സ്വർണം വാങ്ങല്ലേ, പെട്രോള് നിങ്ങൾ വിദേശ യാത്ര ചെയ്യല്ലേ. അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യക്ക് ചുറ്റുള്ള രാജ്യങ്ങളിൽ, ചൈനയ്ക്കും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എണ്ണ വിലയ്ക്ക് ഇത്തിരി കൂടുതലല്ലാണ്ട് സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ വളരുകയാണ് ഉണ്ടായത് ഈ യുദ്ധകാലത്ത്. അതാണ് അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഈ ഒരു അവധിയും കൂടി ട്രംപ് കൂട്ടിക്കൊടുത്തിരുന്നു. കാരണം ട്രംപിന് ആവശ്യം സമാധാനപരമായിട്ടും ആയുധങ്ങൾ ഉപയോഗിക്കാതെയും അക്രമമില്ലാതെയും അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറാനെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ തോറ്റു, ഞങ്ങൾ അസമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇതൊരു ഘടകം. 2 ഹോർമൂസ്, ഇത് 2 ഘടകങ്ങളിലാണ് ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. ഇറാൻ്റെ ഉള്ളിലൊരു ഭിന്നിപ്പുണ്ട്, രാഷ്ട്രീയ നേതൃത്വവും മിലിറ്ററിയുമായിട്ടുള്ള ആ ഭിന്നിപ്പ്. ഖമേനി പോയി പിന്നെ തലയില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.